കേരളത്തിൽ CPIM BJP ബന്ധമെന്ന നിലപാട് ആവർത്തിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. CPIMലെ ഒരു വിഭാഗം നേതാക്കൾക്ക് BJPയുടെ സഹായം തേടുന്നതിൽ മടിയില്ല. ഇടത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചവർ ചതിക്കപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നരേന്ദ്രമോദി ഒന്നും മിണ്ടാതിരുന്നത് CPIMുമായുള്ള ബന്ധത്തിന്റെ തെളിവാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. And everybody in Kerala can see that there is a relationship now between the BJP, RSS and the left front. Why does Narendra Modi not attack your chief minister? Why does he not attack his family? Gold is stolen from Lord Ayyappa's temple. Prime Minister comes to Kerala, does not say a word about it. He's forgotten God, he's forgotten the temple, he's forgotten religion because he wants to help the chief minister and the LDF. വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, CPM BJP ഡിയിൽ തന്നെ അതിൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയിലും പ്രധാനമന്ത്രിയുടെ മൗനം അത് ഈ CPM BJP ഡീലിന്റെ ഭാഗമെന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി. അനിൽ, പതിവ് പോലെ അല്ലെങ്കിൽ പതിവിന് വിപരീതമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെയും പ്രസംഗം. കേരളത്തിൽ പിണറായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ശബരിമല വിഷയമടക്കം അദ്ദേഹം ഉന്നയിച്ചു. ഒപ്പം മുൻ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ CPIM BJP ഡീൽ അദ്ദേഹം ഇന്നും ആവർത്തിച്ചു. ഒപ്പം ഈ ഡീലിനെ കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിൽ പല വിമർശനങ്ങളും ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തെ നയിക്കുന്നത് ഇന്ന് വർഗീയതയുടെ അദൃശ്യകരമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വിമർശനം. ഒപ്പം ഇടതുപക്ഷം നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യങ്ങൾ പോലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ഇന്ന് യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതി ഇല്ലാത്ത ആളുകളായി മാറി എന്ന് G. സുധാകരനെ വേദിയിലിരുത്തിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം UDF സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ G. സുധാകരന്റെ UDFിലേക്കുള്ള വരവിനെയും UDFിന്റെ പിന്തുണ നേടിയുള്ള മത്സരത്തെയും അദ്ദേഹം കൂടുതലായി പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ G. സുധാകരനെ ചാരി തന്നെയായിരുന്നു ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള പ്രധാന ആയുധവും രാഹുൽ ഗാന്ധി കണ്ടെത്തിയത്. എന്തായാലും UDF ക്യാമ്പിന് വലിയ ആവേശം പകർന്നുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് ആലപ്പുഴ കാവുങ്കലിലെത്തി ഇടതു സർക്കാരിനെയും കേന്ദ്രത്തെയും കടന്നാക്രമിച്ചത്. അനിൽ, കാവുങ്കലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെത്തിയതായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇടത് ഒപ്പം തന്നെ CPM BJPയെ കടന്നാക്രമിക്കുന്നതിനൊപ്പം തന്നെ CPM രണ്ട് തരത്തിലായി മാറി എന്നുള്ള കടുത്ത വിമർശനവും ഉയർത്തുന്നു. പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ചവർ ചതിക്കപ്പെട്ടു എന്നത് G. സുധാകരനെ അടക്കം ഉദാഹരണമാക്കിയാണ് രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിൽ ഉന്നയിച്ചത്. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.